നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യത്തെ പേജിൽ തന്നെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. റെഡി ടു സ്കെയിൽ ഹൈറ്റ്സ്. അതിനകത്ത് നേവി പുതിയതായിട്ട് ഇൻഡക്ട് ചെയ്ത ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്ററിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. MH-60R സീഹോക്ക്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. MH-60R സീഹോക്ക് എന്തിന്റെ പേരാണ്? ഇറ്റ്സ് എ മൾട്ടി റോൾ ഹെലികോപ്റ്റർ. നമ്മളത് മനസ്സിലാക്കി വെക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ഈ ഒരു ആർട്ടിക്കിൾ മാത്രമല്ല, ഇതുപോലെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, പിന്നെ ഈ ആർട്ടിക്കിൾ. അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് 3 ആർട്ടിക്കിൾസോളം ഈ ഒരു ന്യൂസിൽ നിന്ന് ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു ആർട്ടിക്കിളിന്റെ ഗ്രാവിറ്റി എങ്ങനെ. ഇത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ GS2 വരുന്ന ഒരു ടോപ്പിക്കാണ്. GS2 പാർലമെന്റ് എന്ന ഭാഗത്താണ് ഇത് പരാമർശിക്കുന്നത്. ഓൺ ക്രോസ് വോട്ടിംഗ് ഇൻ രാജ്യസഭ എലക്ഷൻസ്. ഇത് പറയാനുണ്ടായ പ്രധാന സാഹചര്യം എന്താണെന്ന് നോക്കാം. The Rajya Sabha elections in the states of Uttar Pradesh, Himachal Pradesh and Karnataka witnessed cross-voting by MLAs belonging to different parties. This has once again raised concerns about the sanctity of election process. അപ്പം ക്രോസ് വോട്ടിംഗ്, ഒരു പാർട്ടിയിൽ നിന്ന് വിജയിച്ചിട്ട് MLA ആയി രാജ്യസഭാ ഇലക്ഷൻസിന്റെ സമയമായപ്പോഴേക്കും ആ ഇലക്ഷൻസിന്റെ വോട്ടിംഗ് പ്രൊസീജിയർ നടന്നപ്പോൾ മറ്റൊരു പാർട്ടി കാൻഡിഡേറ്റിന് വേണ്ടി മറ്റൊരു പാർട്ടിയിൽപ്പെട്ട കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്തു. അതാണ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഉത്തർപ്രദേശിലും ഹിമാചൽ പ്രദേശിലും കർണാടകയിലുമാണ് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടായത്. നമുക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് രാജ്യസഭയിലേക്കുള്ള എലക്ഷൻസ് വോട്ടിംഗ് എന്ന് നോക്കാം. ഇത് ഈ ജിസ്റ്റ് എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആസ് പെർ ആർട്ടിക്കിൾ 80 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 80 നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 80 പറയുന്നത് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ടു ദ രാജ്യസഭ ആർ എലക്റ്റഡ് ഇൻഡയറക്ട്ലി ബൈ ദ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇത് ഇൻഡയറക്ട് ഫോം ഓഫ് എലക്ഷൻ. നമ്മൾ ഡയറക്റ്റ് എലക്ഷൻ വഴി എലക്ട് ചെയ്ത് വിട്ട MLAs അവരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ആർക്ക്? നമ്മുടെ രാജ്യസഭയിലെ റെപ്രസെന്റേറ്റീവ്സ് ആവുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഡയറക്ട്ലി ആണോ രാജ്യസഭയിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? നമ്മള് നിയമസഭയിലേക്ക് ആളുകളെ നമ്മൾ ഡയറക്ട്ലി എലക്ട് ചെയ്യും. അവരാണ് രാജ്യസഭയിലെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞ രാജ്യസഭയിലെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്ത് വിടുന്നത്. എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി. നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല, നമ്മൾ MLAs വിടും, അവര് വോട്ട് ചെയ്യും. അപ്പൊ അതൊരു ഇൻഡയറക്ട് ഫോം ഓഫ് എലക്ഷൻ. അപ്പം എലക്ഷൻ പ്രോസസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് എന്താണെന്ന് നോക്കാം. Until 1998, the Rajya Sabha elections were typically a foregone conclusion with candidates elected unopposed based on party strength. 1998 വരെ രാജ്യസഭ ഇലക്ഷൻസ് നടന്നുകൊണ്ടിരുന്നത് അൺഓപ്പോസ്ഡ് ആയിട്ട് പാർട്ടിസൺ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ എലക്റ്റഡ് ആവുമായിരുന്നു. ഇപ്പൊ 98 എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ജൂൺ 1998 ഇലക്ഷൻസിൽ മഹാരാഷ്ട്രയിൽ ക്രോസ് വോട്ടിംഗ് നടക്കുകയുണ്ടായി. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് താഴെ വീണു. സോ ആ സമയം മുതൽ ജൂൺ 1998 മഹാരാഷ്ട്രയിലെ ക്രോസ് വോട്ടിംഗ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇത് തടയാൻ വേണ്ടി 2003 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. എന്തിലാണ് അമെന്റ്മെന്റ് കൊണ്ടുവന്നത്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. ഞാൻ പറഞ്ഞു GS2 പാർലമെന്റിന്റെ ഭാഗത്ത് വരുന്നത്. പക്ഷെ എടുത്തു തന്നെ പറയുന്നുണ്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് അതിൽ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ക്ലിയർ. അപ്പം ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 അമെന്റ്മെന്റ് കൊണ്ടുവന്നത്.
സ്പെസിഫിക്കലി സെക്ഷൻ 59, അതിനകത്ത് സെക്ഷൻ 59-നകത്ത് ഓപ്പൺ ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് മാൻഡേറ്റ് ചെയ്തു രാജ്യസഭ ഇലക്ഷൻ. അപ്പം പൊളിറ്റിക്കൽ പാർട്ടി MLAs are required to show their ballot paper to the authorized agent of their party to prevent cross voting. അപ്പം അവരുടെ ബാലറ്റ് പേപ്പർ MLAs ഓതറൈസ്ഡ് ഏജന്റിനെ, പാർട്ടിയുടെ ഓതറൈസ്ഡ് ഏജന്റിനെ കാണിച്ചിട്ട് മാത്രമേ നമുക്ക് പോൾ ചെയ്യാൻ പറ്റുള്ളൂ വോട്ട്സ്. ഇനി നമ്മൾ അതേ ചേർത്ത് പഠിക്കുന്നതാണ്. നമ്മൾ ഇതിനെ എന്താ വിളിക്കുന്നത്? ജനറലി ആന്റി ഡിഫെക്ഷൻ എന്ന് വിളിക്കും. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സീറ്റ് കൊണ്ട് സഭയിൽ എത്തിക്കഴിയുമ്പോൾ വേറൊരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ അവര് കൊണ്ടുവരുന്ന നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അവര് കൊണ്ടുവരുന്ന ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ അതിനെ ആന്റി ഡിഫെക്ഷനിലാണ് പെടുത്തുന്നത്. ഇപ്പം ഒരു പാർലമെന്റിൽ ഒരു ബില്ല് സമർപ്പിച്ചുകൊണ്ടിരിക്കുക, അപ്പം ഓപ്പോസിഷൻ പാർട്ടിക്കും അതുപോലെ ഒരു വിപ്പ് കാണും. ഈ വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരാണ് ഇവര് കൃത്യമായിട്ട് ആണ് വോട്ട് ചെയ്യുന്നത്, ഇവരുടെ പാർട്ടി ഐഡിയോളജീസ് അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയുടെ തീരുമാനങ്ങളെയാണോ ഫേവർ ചെയ്യുന്നത്, ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് വരുന്നയാൾ അവരുടെ പാർട്ടിയാണോ ഫേവർ ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്നതാണ് വിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിപ്പ് എഗൈൻസ്റ്റ് ആയിട്ട്, പാർട്ടി വിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് വോട്ട് ചെയ്യുന്നോ അവർ എന്തിൽ വരും? ആന്റി ഡിഫെക്ഷൻ ലോയുടെ അണ്ടർ വരും. ഇത് പറയുന്നത് 10th ഷെഡ്യൂളിലാണ്. 1985-ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 10th ഷെഡ്യൂൾ. അങ്ങനെ മെമ്പേഴ്സ് ഫേസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഇഫ് ദേ വോളണ്ടിയർലി ഗീവ് അപ്പ് പാർട്ടി മെമ്പർഷിപ്പ് ഓർ വോട്ട് അഗെയിൻസ്റ്റ് പാർട്ടി ഇൻസ്ട്രക്ഷൻസ്. ഹൗഎവർ ദിസ് ലോ ഡസന്റ് അപ്ലൈ ഡയറക്ട്ലി ടു രാജ്യസഭ എലക്ഷൻസ്. എന്തുകൊണ്ടാണ് ഇത് രാജ്യസഭ ഇലക്ഷൻസിൽ ഡയറക്ട്ലി അപ്ലൈ ആവാത്തത്? നമുക്ക് നോക്കാം. കുറച്ച് കോർട്ട് റൂളിംഗ് ഉണ്ടായിരുന്നു. സുപ്രീം കോർട്ടിന്റെ കുൽദീപ് നയ്യാർ കേസ് 2006 upheld the open ballot system for Rajya Sabha elections, emphasizing transparency to counter corruption. അപ്പം ഓപ്പൺ ബാലറ്റ് സിസ്റ്റം സപ്പോർട്ട് ചെയ്തു കുൽദീപ് നയ്യാർ കേസിൽ സുപ്രീം കോർട്ട്. അതോടൊപ്പം കോർട്ട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എലക്ടഡ് MLA വോട്ടിംഗ് against their party candidate would not face disqualification under 10th ഷെഡ്യൂൾ. അതും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. MLA അവരുടെ പാർട്ടി ഫേവർ ചെയ്യുന്ന ആളെ വോട്ട് ചെയ്തില്ലെങ്കിൽ, ആ രാജ്യസഭ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് ആന്റി ഡിഫെക്ഷൻ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് കോർട്ട് ആ ജഡ്ജ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഹിമാചൽ പ്രദേശിലൊക്കെ 6 കോൺഗ്രസ് MLAs who cross-voted were disqualified under the 10th schedule for defying the party whip and being absent during the passage of the budget in the assembly. അപ്പം നമ്മൾ സെക്ഷൻ 59 കൊണ്ടുവന്ന 59 ഓഫ് ദ ആക്ട് വാസ് അമെൻഡഡ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു തൊട്ടു മുന്നേ. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്, നമ്മൾ കുൽദീപ് നായർ കേസ് പറഞ്ഞു, അതിനകത്ത് കോർട്ട് പറഞ്ഞിരുന്നു ക്രോസ് വോട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ആന്റി ഡിഫെക്ഷനിൽ പെടുന്നില്ല എന്നും പറഞ്ഞു. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ 2017 ജൂലൈയിൽ ക്ലാരിഫൈ ചെയ്തിരുന്നു, പ്രൊവിഷൻസ് ഓഫ് ദ 10th ഷെഡ്യൂൾ വിത്ത് റെസ്പെക്ട് ടു ദ വോട്ടിംഗ് അഗെയിൻസ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് പാർട്ടി വിൽ നോട്ട് ആപ്ലിക്കബിൾ ഫോർ എ രാജ്യസഭ ഇലക്ഷൻ. എന്താണ് ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞത്? ഇത് ആപ്ലിക്കബിൾ അല്ല, രാജ്യസഭ ഇലക്ഷന് ആന്റി ഡിഫെക്ഷൻ ആപ്ലിക്കബിൾ അല്ല. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യവും കൂടെ പറഞ്ഞിരുന്നു, ഇത് ഒരു ലെജിസ്ലേറ്റീവ് ബിസിനസിന്റെ പാർട്ടിയിൽ നടക്കുന്നതല്ല. അതായത് ആ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളിലെ ആ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 10th ഷെഡ്യൂൾ കൊണ്ടുവരുന്നത്, അതിനുള്ളിൽ നടക്കുന്നത്. ഇത് അതിനുള്ളിൽ നടക്കുന്ന കാര്യമല്ല, ജസ്റ്റ് എലക്ഷൻ. Elections to the Rajya Sabha are not treated as a proceeding within the legislative assembly. അതായിരുന്നു അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി ചില ചലഞ്ചസ് ഉണ്ട്, നമുക്ക് എന്താണ് ചലഞ്ചസ് നോക്കാം. Instances of cross voting in the last decade have raised concerns about the effectiveness of open ballot system. The article suggests that expecting further amendments to strengthen the constitution or laws against such practices might be wishful thinking. അപ്പം ഇങ്ങനെയൊക്കെ എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കറപ്ഷൻസിന് സാധ്യത ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത്.
ഓപ്പൺ ബാലറ്റ് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റി കൺസേൺസ് ഉണ്ട്. ദ കോർട്സ് ഇന്റർവെൻഷൻ ഐദർ ത്രൂ എ സ്യൂമോട്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ or reviewing its own orders is proposed as a way forward to uphold the higher principle of free and fair elections and deter cross voting. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോർട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്ത് ഒരു സ്യൂമോട്ടോ കേസ് എടുത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി, അതായത് പൊതു താല്പര്യ ഹർജി പോലെ സ്വീകരിച്ചു ഇങ്ങനത്തെ കാര്യങ്ങളിൽ കോർട്ട് ഇന്റർവ്യൂൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹയർ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യുകയാണ് കോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായിരുന്നു ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറഞ്ഞിരുന്ന കാര്യം. നമുക്ക് അടുത്ത ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാം. എന്താണ്? ഇതൊരു ഡിബേറ്റ് ആയിരുന്നു, ഓപ്പൺ പേജിനകത്ത് ഉണ്ടായിരുന്നു. ഷുഡ് മിനിമം സപ്പോർട്ട് പ്രൈസ് ബി ലീഗലൈസ്ഡ്? MSP ഇത് എവിടെ വരുന്നതാണ്? GS3 വരുന്നതാണെന്ന് നമുക്കറിയാം. GS3 മിനിമം സപ്പോർട്ട് പ്രൈസ് അതിന്റെ ഇഷ്യൂസിനെ പറ്റി ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. MSP ഈസ് ദ മിനിമം പ്രൈസ് സെറ്റ് ബൈ ദ ഗവൺമെന്റ് ഫോർ സർട്ടൻ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അറ്റ് വിച്ച് ദ പ്രോഡക്ട്സ് വുഡ് ഡയറക്ട്ലി ബി ബ്രോട്ട് ഫ്രം ദ ഫാർമേഴ്സ് if the open market prices are less than the cost incurred. അതായത് ഇത് ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് ആണ്. ഇത് എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ വിളവെടുപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറയും. ഇപ്പം ഉദാഹരണത്തിന് അരിയുടെ ഒരു പ്രൈസ്, അപ്പൊ അരി കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ പറയും ഈ വർഷം നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവിലയായിട്ട് ഇത്ര രൂപയാണ് അരിക്ക് തരുന്നത്. അപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസ് ഇതിലും കുറവാണെങ്കിൽ നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? അത് പ്രൊക്വയർ ചെയ്ത് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഈ MSP കൊടുക്കും. ഓക്കെ, ഇവിടെ 6th February 2024 അപ്ഡേറ്റ് ആയ PIBയുടെ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്താണ്. The government of India fixes the MSP for 22 mandated agricultural crops. അപ്പം 22 എന്നാണ് ഞാൻ കൃത്യമായിട്ട് പല ഇതിനകത്തും പല ഇൻഫർമേഷൻസ് കണ്ടു. അപ്പൊ ഞാൻ വാലിഡ് ആയിട്ട് PIBയുടെ സൈറ്റ് ആണ് നോക്കിയത്. അത് 22 ക്രോപ്സിനാണ് MSP ഗവൺമെന്റ് ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. നമ്മൾ CACP പറ്റി സുബിൻ സാറിന്റെ പല ആർട്ടിക്കിൾസിലും നമ്മൾ കേട്ടിട്ടുണ്ട്, ലെക്ചേഴ്സിലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പഴയ ഇതിന്റെ പ്രിവ്യൂ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. CACP നമ്മൾ എപ്പോഴും ന്യൂസിൽ വരുന്നതാണ്, നമ്മൾ പല തവണയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ CACPയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മൾ ഗവൺമെന്റ് എന്ത് ഫിക്സ് ചെയ്യുന്നത്? MSP ഫിക്സ് ചെയ്യുന്നത്. ഇതിനകത്തെ കാൽക്കുലേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. There are several cost concepts that the Commission of Agricultural Costs and Prices CACP considers while recommending MSPs of crops. അതിനകത്ത് ആദ്യത്തെ മെത്തേഡാണ് കോസ്റ്റ് A2 എന്ന് പറയുന്നത്. These are the costs the farmer actually pays out of his or her pocket for buying various inputs ranging from seeds to fertilizers to pesticides to hired labor to hired machinery or even leased in land. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുടക്കുന്ന പൈസ, ഫാർമേഴ്സ് ആക്ച്വലി പേ ചെയ്യേണ്ടി വരുന്ന പൈസ, വേരിയസ് ഇൻപുട്സിനായിട്ടും എല്ലാം വേണ്ടി പേ ചെയ്യുന്ന പൈസ, അതിനെയാണ് കോസ്റ്റ് A2 എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് A2 പ്ലസ് FL ഉണ്ട്. ഇൻ അഗ്രികൾച്ചറൽ ഫാർമേഴ്സ് also use a lot of family labor, and if their cost is imputed and added to cost A2, the concept is called cost A2 plus FL. കോസ്റ്റ് A2 പ്ലസ് FL എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ A2ന്റെ കൂടെ ഫാമിലി ലേബറും കൂടെ കൂടുന്നു. അതായത് നമ്മളിപ്പോ വീട്ടിലൊരു നെല്ല് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയും അതിൽ ജോയിന്റ് ആവും. ആ നെല്ല് ഉണക്കാനും കളക്ട് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ അവിടെ ഒരു ഫാമിലി ലേബറും കൂടെ വരുന്നുണ്ട്. അതിനും കൂടെ ഉള്ള പൈസ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കോസ്റ്റ് A2ന്റെ കൂടെ FL കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കോസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ എത്തുന്നത്. ഇനി കോസ്റ്റ് C2 ഉണ്ട്, കോംപ്രിഹെൻസീവ് കോസ്റ്റ് എന്ന് വിളിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓഫ് ഫാമിലി ലേബർ, ഇംപ്യൂട്ടഡ് റെന്റ് ഓഫ് ഓൺഡ് ലാൻഡ്, ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റ് ഓൺ ഓൺഡ് ക്യാപിറ്റൽ. അപ്പം ഇങ്ങനെ വരുന്ന ഇംപ്യൂട്ടഡ് കോസ്റ്റുകളാണ് എന്തിൽ വരുന്നത്? കോസ്റ്റ് C2വിനകത്ത് വരുന്നത്.
The National Commission of Farmers, headed by M.S. Swaminathan, recommended a 50% margin over C2, which is also being the demand of the farmers. അപ്പം MS സ്വാമിനാഥന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു C2 plus 50%. അത് ആക്കണം MSP എന്ന് പറയുന്നത്. അത് ഫാർമേഴ്സിന്റെ ഒരു ഡിമാൻഡും കൂടെ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാ? ഫാർമേഴ്സിന് അത്രയും കൂടെ പൈസ ലഭിക്കും. അതാണ് നമ്മുടെ MS സ്വാമിനാഥന്റെ റെക്കമെൻഡേഷൻ. ഇപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് കീ പോയിന്റ്സ് ഫ്രം ദ ഡിബേറ്റ് നമുക്ക് നോക്കാം എന്തായിരുന്നു ഇതിനകത്തെ key points എന്ന്. On February 13, group of farmers began a march to New Delhi to demand the fulfillment of their various demands, including a legal guarantee for minimum support price and India's withdrawal from the World Trade Organization. അപ്പം MSPക്ക് ഒരു ലീഗൽ ഗ്യാരണ്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഫാർമേഴ്സ് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിൽ നിന്ന് ഇന്ത്യ വിഡ്രോ ചെയ്യണമെന്നായിരുന്നു ഫാർമേഴ്സിന്റെ ആവശ്യം. ഇനി അടുത്തതായിട്ട് ഇപ്പോഴത്തെ MSPയുടെ ഇംപ്ലിമെന്റേഷൻ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. 22 ക്രോപ്സിനാണ് നമ്മൾ MSP കൊടുക്കുന്നത്, സെന്റർ ഫിക്സ് ചെയ്യുന്ന CSEPയുടെ റെക്കമെൻഡേഷൻസ് വഴി. ബട്ട് ഇറ്റ് ഈസ് predominantly implemented for rice and wheat due to extensive storage facilities. റൈസും വീറ്റും ഒക്കെ സ്റ്റോർ ചെയ്യാൻ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ രണ്ടെണ്ണത്തിന്റെ MSP ആണ് പൊതുവെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന റൈസിന്റെയും വീറ്റിന്റെയും MSP പറ്റിയാണ് കൂടുതലായിട്ട്. The government argues that a legal guarantee for MSP is not feasible. ഇനി അടുത്ത ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. The debate highlights the agricultural crisis in India, emphasizing the economic reforms introduced in 1991 aimed at industrialization and moving the rural workforce away from agriculture. However, after more than 30 years, agriculture has been squeezed and farmers' demands are not being adequately addressed. ഇന്നും ഫാർമേഴ്സിന്റെ ഡിമാൻഡ്സ് അവിടെ അഡ്രസ്ഡ് ആയിട്ടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഡിമാൻഡ് ഫോർ ലീഗൽ ഗ്യാരണ്ടി ഓഫ് MSP. ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞു ഫാർമേഴ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫാർമേഴ്സ് ലീഗൽ ഗ്യാരണ്ടി ഉറപ്പുവരുത്തണമെന്ന് പറയുന്നത് MSPക്ക്. They also call for India's exit from WTO, aligning with the current phase of deglobalization. ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്താണ്? ഇത് ചെയ്യാൻ സാധിക്കില്ല, ലീഗൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇറ്റ് emphasizes the need for a comprehensive review of agricultural trade practices, policies and production over the next 20 to 25 years. അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂവിന് വേണ്ടിയാണ് ഗവൺമെന്റിന്റെ ഡിസിഷൻ ഇരിക്കുന്നത്. അടുത്തതായിട്ട് MSPയുടെ ലീഗലൈസേഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ചലഞ്ചസ്. നമുക്കറിയാം ഇപ്പോഴത്തെ മണ്ഡി സിസ്റ്റം ഒക്കെ നമുക്കറിയാവുന്നതാണ്. 1/3 ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ട്രേഡ് ചെയ്യുന്ന മണ്ടീസ് വഴിയാണ്. അപ്പം അതൊക്കെ ഒരു ചലഞ്ചാണ് MSP വഴി. MSP എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. മറ്റേതൊരു പ്രോപ്പർ മാർക്കറ്റ് മെക്കാനിസം ആണ്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റീസിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തില് മാർക്കറ്റ് ഓറിയന്റഡ് സിസ്റ്റത്തില് ഇങ്ങനെ ഒരു MSP കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇച്ചിരി ചലഞ്ചാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡൈവേർജന്റ് വ്യൂസ് ഓൺ MSP ലീഗലൈസേഷൻ. ഒരാൾ പറയുന്നത് ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, നമുക്ക് കുറച്ചുകൂടെ ഒരു യൂണിറ്റി കൊണ്ടുവരാൻ പറ്റും നാഷണലി. അപ്പം ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിജിറ്റൽ ആകാം, ഫോർമൽ ആകാം, അതിനൊക്കെ ഒരു ഗവൺമെന്റ് എയിമിനെ ഇത് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെയാണ് ഒരു ഭാഗം പറയുന്നത്. മറ്റൊരു ഭാഗം പറയുന്നത് ഇത് പ്രാക്ടിക്കലി അത്ര ഫീസിബിൾ അല്ല, ഈ എല്ലാ കമ്മോഡിറ്റീസും പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതും. പിന്നെ അതുപോലെ പ്രൈസസിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാവും. അതായത് ഇൻഫ്ലേഷൻ കൂടും, വിലക്കയറ്റം കൂടും. ഇൻഫ്ലേഷനൊക്കെ പറ്റി നമ്മൾ എപ്പോഴും എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇൻഫ്ലേഷൻ കൂടും, വിലക്കയറ്റം കൂടും. കാരണം എന്താ, MSPക്ക് മണ്ടയിലോട്ടായിരിക്കും പിന്നെ പ്രൈസസ് വരാൻ പോകുന്നത്. സോ അതൊക്കെ പ്രൈസ് ഒരു ഇൻട്രസ്റ്റ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് കൺസ്യൂമർ ബാലൻസിനെയൊക്കെ ഒരു അഫക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് A2+FL, C2+50%, ഇതിലേതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഫാർമേഴ്സ് ഒക്കെ പറയുന്നത് എന്താ, ഒരു കോംപ്രിഹെൻസീവ് പ്രൈസിങ് മെക്കാനിസത്തിനെ പറ്റിയായിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നത്, C2+50%. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് MS സ്വാമിനാഥന്റെ റെക്കമെൻഡേഷൻസിനെയൊക്കെ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത റോൾ ഓഫ് കോപ്പറേറ്റീവ്സ്. ദ ഡിബേറ്റ് എക്സ്പ്ലോർസ് ദ
റോൾ ഓഫ് കോപ്പറേറ്റീവ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഹെൽപ്പ് ഫാർമേഴ്സ്. ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? കോപ്പറേറ്റീവിന്റെ കടന്നുവരവായിരിക്കും. ചില സെക്ടറിൽ കോപ്പറേറ്റീവ് സക്സസ്ഫുൾ ആണ്, ചിലയിടത്ത് കൺസേൺസ് ഉണ്ടാവാറുണ്ട്. കാരണം ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നു എന്ന അലിഗേഷൻസ് വരാറുണ്ട്. The need for a comprehensive legal framework and supportive infrastructure for cooperatives is emphasized. Need for comprehensive interventions. The participants agree that a single intervention is insufficient, and a combination of measures, including legal frameworks, supportive infrastructure, and comprehensive policies, is necessary to address the challenges faced by farmers. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെക്കാനിസം വേണം, ലീഗൽ ഫ്രെയിംവർക്ക് വേണമെന്നൊക്കെയാണ് ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇത്രയായിരുന്നു ഇന്നത്തേതിനകത്ത് മെയിൻ ആയിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന ആർട്ടിക്കിൾസ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.